പുറകിലെ ഒരു വലിയ പാറയുണ്ട്, ചക്കിപ്പാറയാണ്. അങ്ങോട്ട് പോണെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഭയങ്കര വലിയ ദൂരമാണ്. അവിടേക്ക് പോവാണെങ്കിൽ കറങ്ങി ചുറ്റിയൊക്കെ പോണേ. ഇതാണ് പൈനാപ്പിൾ തോട്ടം. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം മധുരമുള്ള പൈനാപ്പിളാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ രുചികരവുമാണ്. ഇത് ആ കാണുന്നത് കവുങ്ങുന്തോട്ടമാണ്. അവിടെ നിറച്ച് അടയ്ക്ക ഉണ്ടായിരിക്കുന്നുണ്ട്. ഇത് സൈഡിലായിട്ട് പിന്നെ കുരുമുളകിൻ്റെ ചെടിയും കാണാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടോ, നിറച്ച് അടയ്ക്കയുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് ഞാനും എൻ്റെ അനിയത്തി അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. അവിടെയൊക്കെ കന്നാരയാണ്. ഇവിടെ കണ്ടു, നമ്മൾ പോകുന്ന വഴി മൊത്തം കന്നാര കൃഷിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കപ്പ കൃഷി ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴി മുഴുവനും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള വഴികളാണ്. തെങ്ങ്, വാഴ, പലതരം ചെടികളും മരങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പനമൊക്കെ ഉണ്ട്. പിന്നെയും കന്നാര കൃഷി കാണാം. ദൂരെ ഒരു പാറ കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് വീടൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയാണ് ഇത്. നല്ല രസമല്ലേ? ഒരു വീടാണ് കാണുന്നത്. ഇനി അപ്പുറത്ത് 2-3 വീടൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ചെറുതായിട്ടൊക്കെ ഷെയ്ക്കായി പോകുന്നുണ്ട്. അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാൻ മേലെ. അപ്പോൾ ഇവിടെയും വീടുണ്ട്. ഒരുപാട് വീടുകളുണ്ട് ഈ സ്ഥലത്തൊക്കെ. അവരുടെ പറമ്പും ഉണ്ട് സൈഡിൽ. അപ്പോൾ നമ്മളിത് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനാണ് സൈക്കിള് ചവിട്ടിക്കൊണ്ട് പോയത് കേട്ടോ. നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിഞ്ഞൂടാ. അപ്പുറത്തൊരു വലിയ പാടമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ആയിട്ടൊരു കുളമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അപ്പുറത്ത് കന്നാര കൃഷി നടന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതിപ്പോൾ അവിടെ കന്നാരയൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അവിടെ പറമ്പ് ചുമ്മാ കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു വഴിയുണ്ട്. ഈ കാണുന്ന വഴിയുണ്ടോ, ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. അവിടെ കാണുന്ന ദൂരെ കാണുന്ന ഒരു പാറ കണ്ടോ, അത് ഭീമൻ മുളകരച്ച പാറ എന്നാട്ടോ അതിൻ്റെ പേര്. അത് അങ്ങനെയാണ് ഐതിഹ്യം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് അമ്മിക്കല്ലും പിള്ളക്കല്ലും. അപ്പോൾ ഇപ്പം ഈ മുമ്പിൽ കൂടെ നടന്നു പോകുന്നത് എൻ്റെ അനിയത്തിയാണ്. സൈഡിലൊക്കെ കണ്ടത് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ എന്തോ പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ആയിട്ടൊരു തോട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നല്ലൊരു തോടാണ്. നല്ല തെളിഞ്ഞ വെള്ളമാട്ടോ അവിടുത്തെ. സൈഡിലത്തെ പാടമൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ തോടിൻ്റെ അപ്പുറം വശം കേട്ടോ. അപ്പോൾ അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച്. അപ്പോൾ പാടത്തിനോട് ചേർന്ന് നമ്മൾ നേരത്തെ കണ്ട ആ തോടുണ്ട്. ഈ തോട്ടിൽ മഴയൊക്കെ വരുമ്പോൾ നല്ല വെള്ളമൊക്കെ കിടക്കും. അപ്പോൾ ഇതാണ് ആ പാടം. അപ്പോൾ എൻ്റെ ചേട്ടൻ സൈക്കിള് ചവിട്ടി ക്ഷീണിച്ചുകൊണ്ട് മുഖം കഴുകുകയാണ്. തണുത്ത വെള്ളമാണ്. നല്ല ഒരു വെള്ളമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം നാട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.